ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ വേണ്ടി പോവുകയെന്ന് സങ്കല്പിക്കുക. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ വേണ്ടി പോയ സമയത്ത് പല വാഹനങ്ങളും കണ്ടു. അങ്ങനെ ആയപ്പോഴത്തേക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞൊരു വാഹനം കണ്ടു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 1,50,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയൊരു വാഹനമാണ്. എല്ലാം നോക്കിയപ്പോഴേക്കും വാഹനം ഓടിച്ച് നോക്കിയപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ല, ഓടിച്ച് നോക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കൺഫേം ആക്കിയതിന് ശേഷം നിങ്ങളുടെ മനസ്സിലൊരു ആലോചന, ഈ വാഹനം എടുത്താലോ, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതായത് 1,00,000 മുകളിൽ ഓടിയൊരു വാഹനം എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ? കുറച്ച് പേരെങ്കിലും ഈ ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതിൻ്റെ കാര്യം. കാരണം നമ്മളൊരു കിലോമീറ്റർ വൈസ് വെച്ചൊരു വാഹനം നോക്കുകയാണെങ്കിൽ 1,00,000 കഴിഞ്ഞാൽ ഈ വാഹനം തീർന്നു എന്നുള്ളൊരു ചിന്ത തെറ്റാണ്. പക്ഷേ അത് തെറ്റാന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ 2-3 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളൊരു വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ വാഹനം എത്ര കിലോമീറ്റർ ഓടിയതാകട്ടെ, സർവീസ് പ്രോപ്പർ ആണോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് സർവീസ് പ്രോപ്പർ ആണോ എന്ന് ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. കമ്പനി സർവീസ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഹിസ്റ്ററി അറിയാൻ സാധിക്കും. അല്ലാതെ ഇപ്പോൾ പുറത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊരു വിശ്വസനീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വിശ്വസനീയമല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓണർക്ക്, അതായത് ഈ RC ഓണർക്ക് കൃത്യമായിട്ട് ആ ഷോറൂമിൽ ചെന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മാരുതിയിലാണ്. മാരുതിയിൽ ഇപ്പോൾ ഒരു വാഹനം കസ്റ്റമർ വിൽക്കാൻ തീരുമാനിച്ചു. ആ കസ്റ്റമർ, അതായത് RC ഓണർ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഫുള്ള് കാണിച്ചു കൊടുക്കാനുള്ള അധികാരമുണ്ട്. പുള്ളി വേറൊരാൾക്ക് വിൽക്കുകയാണെന്നുള്ള, അല്ലെങ്കിൽ വേറെ ആൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയായിട്ട് വന്ന് നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഫുള്ള് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു സ്വിഫ്റ്റ്, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്വിഫ്റ്റ് വിൽക്കാൻ വേണ്ടി നോക്കുകയാണ്. ആ സ്വിഫ്റ്റ് ഏകദേശം ഒരു 1,50,000 കിലോമീറ്റർ ഓടിയതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ സർവീസ് എല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ, അതായത് 1,00,000 കൃത്യമായിട്ടുള്ള ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, ബാക്കിയുള്ള സർവീസും കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ്, വേറെ പെൻഡിങ് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നൊരു വാഹനം എടുക്കുന്നതിന് ഞാൻ 100% അതിനോട് യോജിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർവീസ് കൃത്യമാണെന്നുണ്ടെങ്കിൽ, വളരെ കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നൊരു വാഹനമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അതിനിപ്പോൾ 1,00,000 കിലോമീറ്റർ ആണെങ്കിലും 2,00,000 കിലോമീറ്റർ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, വാഹനം ഓടിച്ചൊന്ന് നോക്കുക. എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഹിസ്റ്ററിയിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുകൊണ്ട് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് അതിൻ്റെ സർവീസ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ 1,00,000 കഴിഞ്ഞെന്ന് പറഞ്ഞാലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വാക്കാൽ പറയുന്നതല്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇത് വാക്കാൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നൊരു കാര്യമല്ല, നിങ്ങൾ കൃത്യമായിട്ട് അത് കണ്ട് മനസ്സിലാക്കണം. കാരണം കണ്ട് മനസ്സിലാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ വാഹനം എടുക്കാൻ നോക്കുക. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള സജഷൻ, സർവീസ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഇല്ലാത്ത വാഹനം ഒരുപാട് വില കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ അതിനെ പണിത് കാശ് കളയുന്നതിനെ കഴിഞ്ഞ് നല്ലത് എപ്പോഴും ഒരു പുതിയ വാഹനം എടുക്കുന്നതായിരിക്കും. എൻ്റെ ഒരു സജഷൻ മാത്രമാണ് ഞാൻ റെക്കമെൻഡ്